Hello all, welcome back to the session on tense. In the last sessions we discussed present tense. Present tenseum അതിൻ്റെ 4 ഫോംസും ലാസ്റ്റ് സെഷനുകളായിട്ട് ഡിസ്കസ് ചെയ്തു. ആൻഡ് now we will be discussing the next tense, that is past, and its 4 forms. Past tenseum അതിൻ്റെ 4 ഫോംസാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. Okay. So the first tense form in the past is simple past. Actually we discussed 4 basic forms of present. ആ 4 ഫോംസ് തന്നെയാണ് ഇവിടെ പാസ്റ്റിൻ്റെയും കൂടെ വരുന്നത്. ആൻഡ് ദ ബേസിക് ഡിഫറൻസ് ഈസ് ദാറ്റ് പ്രസൻറ്റ് എന്നുള്ളത് ഇവിടെ പാസ്റ്റായിട്ട് മാറുന്നു. ഓക്കെ, ആൻഡ് സോ ദർ ആർ സിമ്പിൾ, കണ്ടിന്യൂസ്, പെർഫെക്റ്റ് ആൻഡ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഈ 4 ഫോംസും പാസ്റ്റിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടാണ് വരുന്നത്. സോ ദ ഫസ്റ്റ് ടെൻസ് ഫോം ഈസ് സിമ്പിൾ past. Okay, so simple past. Actually simple past is used to denote an action or event at a particular time in the past. പാസ്റ്റിൽ ഒരു പെർട്ടിക്കുലർ സമയത്ത് കഴിഞ്ഞു പോയിട്ടുള്ള ആക്ഷൻസിനെ സൂചിപ്പിക്കാനാണ് സിമ്പിൾ പാസ്റ്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് വി ഓഫൺ യൂസ് ടൈം എക്സ്പ്രഷൻ വിത്ത് ദി സിമ്പിൾ പാസ്റ്റ്. സിമ്പിൾ പാസ്റ്റിൻ്റെ കൂടെ എപ്പോഴും ടൈം എക്സ്പ്രഷൻ കാണിക്കും. ഫോർ എക്സാമ്പിൾ, ഐ വിസിറ്റഡ് ഡൽഹി ലാസ്റ്റ് വീക്ക് എന്ന് പറയുന്ന സമയത്ത്, ഓക്കെ, ലാസ്റ്റ് വീക്ക് ടൈം എക്സ്പ്രഷനാണ്. അതുപോലെ ഐ വിസിറ്റഡ് ഡൽഹി ഇൻ 2001 എന്നൊക്കെ പറയുമ്പോൾ ടൈം എക്സ്പ്രഷൻ അവിടെ കറക്റ്റ് കാണിക്കുന്നുണ്ട്. ടൈം എക്സ്പ്രഷൻ കാണിച്ചിട്ടില്ലെങ്കിൽ വി യൂസ് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ്. ഓക്കെ, ഐ ഹാവ് വിസിറ്റഡ് ഡൽഹി, പിന്നെ അവിടെ സമയം കാണിക്കേണ്ടതില്ല. ഓക്കെ, പക്ഷേ സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ വി യൂസ് ടൈം എക്സ്പ്രഷൻ. സോ ദ ഫോമാറ്റ് ദാറ്റ് ഈസ് യൂസ്ഡ് ഹിയർ ഈസ് subject plus V2. സിമ്പിൾ പ്രസൻറ്റിൽ നമ്മൾ V1 ആയിരുന്നു. സിമ്പിൾ പാസ്റ്റ് ആകുമ്പോൾ ഇറ്റ് വിൽ ബി ചേഞ്ച്ഡ് ഇൻ ടു V2. V2യിലേക്കാണ് മാറുന്നത്. അതായത് വേർബിൻ്റെ രണ്ടാമത്തെ ഫോം, അതായത് റൈറ്റ്, റോട്ട്, റിട്ടൺ. ഓക്കെ, സോ ലുക്ക് അറ്റ് ദി എക്സാമ്പിൾ. അണ്ടർലൈൻഡ് ആയിട്ടുള്ള വേർഡ്സ് നോക്കാം. ഐ റോട്ട് എ ലെറ്റർ. ഓക്കെ, പോസിറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതുപോലെ ഹി സബ്ജക്റ്റ് ആകുന്ന സമയത്തും സെയിം സംഭവം തന്നെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഏത് സബ്ജക്റ്റ് ആണെങ്കിലും V2 ഈസ് യൂസ്ഡ്. സബ്ജക്റ്റിനനുസരിച്ച് ഇവിടെ മാറ്റങ്ങളൊന്നും വരുന്നില്ല. ഓക്കെ, ഹി റോട്ട് എ ലെറ്റർ ആൻഡ് ദേ റോട്ട് എ ലെറ്റർ, ഷീ റോട്ട് എ ലെറ്റർ എന്നാണ് വരുന്നത്. ഓക്കെ, എന്തായാലും ഇവിടെ V2 ഈസ് യൂസ്ഡ് along with the subject. And when we change into negative, എന്താണ്, ഇറ്റ് ഈസ് ഈസി, നോട്ട് ആഡ് ചെയ്താൽ മതി, ഓക്സിലറിയുടെ കൂടെ നോട്ട്. ഓക്കെ, സോ ഇവിടെ എന്താണ്, ഡിഡിൻറ്റ്. ഡിഡിൻറ്റ് മീൻസ് ഡിഡ് പ്ലസ് നോട്ടാണ് ഡിഡിൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഡിഡ് നോട്ട്, ഡിഡ് നോട്ടാണ് ഡിഡിൻറ്റ് എന്ന് എഴുതുന്നത്. സോ ഡിഡിൻ റൈറ്റ്. ഓക്കെ, അപ്പോൾ അവിടെ റൈറ്റ് എന്ന് പറയുന്നത് ആക്ച്വലി ഡിഡ് പ്ലസ് റൈറ്റ് ആണ് എന്ത്, റോട്ടായിട്ട് വരുന്നത്. ഓക്കെ, ഡിഡ് പ്ലസ് റൈറ്റ് ആണ് റോട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിന്ന് ഓക്സിലറി കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ പിരിച്ചെഴുതുന്നത്. സോ വെൻ വി ചേഞ്ച് ഇൻ ടു നെഗറ്റീവ്, ഓക്സിലറി ഈസ് നീഡഡ്. അപ്പോൾ എന്താണ്, ഡിഡ് പ്ലസ് നോട്ട്. ഓക്കെ, അപ്പോൾ ഈ ഡിഡിൻ്റെ കൂടെ നോട്ട് ആഡ് ചെയ്തിട്ട് പിന്നെ റൈറ്റ് ആണ് എഴുതേണ്ടത്, നോട്ട് റോട്ട്. ഓക്കെ, ഡിഡ് പ്ലസ് റൈറ്റ് ആണ്. സോ ഐ ഡിഡ് നോട്ട് റൈറ്റ് എ ലെറ്റർ. ഐ ഡിഡ് നോട്ട് റോട്ട് എന്ന് പറയരുത്, ഐ ഡിഡ് നോട്ട് റൈറ്റ് എ ലെറ്റർ. ഇത് മനസ്സിലാക്കുക, ഡിഡ് പ്ലസ് റൈറ്റ് ആണ് റോട്ട്. അപ്പോൾ റോട്ടിനെ പിരിച്ചെഴുതുന്ന സമയത്ത് ഡിഡ് പ്ലസ് റൈറ്റ് ആണ് വരിക. ഓക്കെ, സോ ഐ ഡിഡിൻ റൈറ്റ് എ ലെറ്റർ ആൻഡ് ആസ് ഇൻ ദിസ് എക്സാമ്പിൾ ഹി ഡിഡിൻ റൈറ്റ് എ ലെറ്റർ. സെയിം തന്നെയാണ് ഇതിലൊക്കെ വരുന്നത്. സോ വെൻ വി ചേഞ്ച് ഇൻ ടു നെഗറ്റീവ്, ഓക്സിലറിയുടെ കൂടെ വി ക്യാൻ ആഡ് നോട്ട്. നോട്ട് കൂടി ചേർന്ന് ഡിഡ് നോട്ടാണ് ഡിഡിൻ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, ആൻഡ് വി യൂസ് ടൈം എക്സ്പ്രഷൻ വിത്ത് സിമ്പിൾ പാസ്റ്റ്. അതായത് യെസ്റ്റർഡേ, ഐ കംപ്ലീറ്റഡ് ദി വർക്ക് യെസ്റ്റർഡേ. ഓക്കെ, അല്ലെങ്കിൽ ലാസ്റ്റ് ഡേ, ലാസ്റ്റ് വീക്ക്, ലാസ്റ്റ് മന്ത്, അങ്ങനെയൊക്കെ പറയാം. അല്ലെങ്കിൽ ലാസ്റ്റ് ഇയർ, അല്ലെങ്കിൽ എ മന്ത് എഗോ, എ ഇയർ എഗോ, എ വീക്ക് എഗോ, എ ഡേ എഗോ എന്നൊക്കെ പറയാം. അല്ലെങ്കിൽ ദ ഡേ ബിഫോർ യെസ്റ്റർഡേ, ദ ഡേ, ഓക്കെ, 2 days ago എന്നൊക്കെ പറയാം. അപ്പോൾ ഈ ടൈം എക്സ്പ്രഷൻസ് സിമ്പിൾ പാസ്റ്റിൻ്റെ കൂടെ യൂസ് ചെയ്യും. ആൻഡ് നൗ ലെറ്റ്സ് ലുക്ക് അറ്റ് ദി യെസ് ഓർ നോ ക്വസ്റ്റ്യൻ. യെസ് ഓർ നോ ക്വസ്റ്റ്യനിൽ പറഞ്ഞു ഓക്സിലറി വിൽ കം ഫസ്റ്റ്, ദെൻ സബ്ജക്റ്റ്, ദെൻ വേർബ്. ഓക്കെ, ഈ അണ്ടർലൈൻ ആയിട്ടുള്ള വേർഡ് നോക്കുക, ഡിഡ് റൈറ്റ്, അത് തന്നെയാണ് എല്ലാത്തിലും വരുന്നത്. ഓക്കെ, സോ ഡിഡ്
കംസ് ഫസ്റ്റ്, അതായത് ഡിഡ് യു റൈറ്റ് എ ലെറ്റർ. അപ്പോൾ അതിൻ്റെ ആൻസർ എന്തായിരിക്കും? ഐ റോട്ട് എ ലെറ്റർ. ഐ റോട്ട്, ഡിഡ് റൈറ്റ് എന്ന് പറഞ്ഞാൽ റോട്ടാണ്. സോ ഐ റോട്ട് എ ലെറ്റർ. അപ്പോൾ ഇതിൻ്റെ ആൻസർ അങ്ങനെയാണ്. ഓക്കെ. ആൻഡ് ഡിഡ് ഹി റൈറ്റ് എ ലെറ്റർ, ഇവിടെയൊക്കെ സെയിം തന്നെയാണ് വരുന്നത്. ഓക്കെ. സബ്ജക്റ്റിനനുസരിച്ച് ഇതിൽ പാസ്റ്റ് ടെൻസിൽ മാറ്റമൊന്നും വരുന്നില്ല. ഡിഡ് ഹി റൈറ്റ് എ ലെറ്റർ ചോദിക്കുന്ന സമയത്ത് ആൻസർ എന്തായിരിക്കും? ആൻസർ വിൽ ബി ഹി റോട്ട് എ ലെറ്റർ. നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് വരുന്നത്. ഓക്കെ. സോ ഓക്സിലറി വിൽ കം ഫസ്റ്റ്, ഡിഡ്. ഓക്കെ. ഡിഡ് എങ്ങനെ കിട്ടുന്നത് എന്നുള്ളത് പറഞ്ഞു. ഡിഡ് പ്ലസ് റൈറ്റ്, റൈറ്റിനെ മാറ്റി എഴുതുമ്പോൾ ഡിഡ് പ്ലസ് റൈറ്റ് ആണ് വരുന്നത്. ഓക്കെ. സോ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ. ആൻഡ് ദെൻ WH ക്വസ്റ്റ്യൻ. വാട്ട് WH ക്വസ്റ്റ്യൻ ആവുന്ന സമയത്ത് ക്വസ്റ്റ്യൻ വേർഡ് വിൽ കം ഫസ്റ്റ്, ദെൻ ഓക്സിലറി, ദെൻ സബ്ജക്റ്റ് ആൻഡ് വേർബ്, അങ്ങനെയാണ് വരുന്നത്. സോ വാട്ട് ഓർ വേർ ഓർ വെൻ ഓർ ഹൗ ഒക്കെ വരാം. ഓക്കെ. വാട്ട് ഡിഡ് യു റൈറ്റ്? ഓക്കെ. ദെൻ വാട്ട് ഡിഡ് ഹി റൈറ്റ്? വാട്ട് ഡിഡ് യു റൈറ്റ് എന്താണ്? ഐ റോട്ട് എ ലെറ്റർ. വാട്ട് ഡിഡ് ഹി റൈറ്റ്? ഹി റോട്ട് എ ലെറ്റർ. ഓക്കെ. അല്ലെങ്കിൽ നോ ആണെങ്കിൽ ഹി ഡിഡ്ന്റ് റൈറ്റ്, അല്ലെങ്കിൽ എന്താണ്? I didn't write, അങ്ങനെയാണ് വരുന്നത്. ഓക്കെ. സോ ദിസ് ഈസ് ഹൗ വി കൺസ്ട്രക്ട് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആൻഡ് WH ക്വസ്റ്റ്യൻസ് ഓഫ് സിമ്പിൾ പാസ്റ്റ് ടെൻസ്. സോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. സോ ദ നെക്സ്റ്റ് ടെൻസ് ഫോം ഈസ് പാസ്റ്റ് കണ്ടിന്യൂസ്. പാസ്റ്റിൻ്റെ കണ്ടിന്യൂസ് ഫോമാണ്. റിമെമ്പർ, സിൻസ് ഇറ്റ് ഈസ് കണ്ടിന്യൂസ്, ING form of the verb is used. Okay. So actually past continuous tense is used to express what was happening around at a past time. Past സമയത്ത് ഒരു കണ്ടിന്യൂസ് ആയിട്ട് എന്തായിരുന്നു സംഭവിച്ചുകൊണ്ടിരുന്നത് എന്നുള്ളത് പറയുന്നതിനാണ് പാസ്റ്റ് കണ്ടിന്യൂസ് പറയുന്നത്. ആൻഡ് ദാറ്റ് ഗീവ്സ് എൻ ഐഡിയ ഓഫ് ദി ബാക്ക്ഗ്രൗണ്ട് സിറ്റുവേഷൻ ഇൻ ദ പാസ്റ്റ്. പാസ്റ്റിലൊരു ബാക്ക്ഗ്രൗണ്ടിൽ ആ സമയം നമ്മളെന്തോ ചെയ്ത് കഴിഞ്ഞ സമയത്ത് അവിടെ ബാക്ക്ഗ്രൗണ്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എക്സ്പ്രസ് ചെയ്യാൻ പാസ്റ്റ് കണ്ടിന്യൂസ് യൂസ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, ഐ വാസ് റൈറ്റിംഗ് എ ലെറ്റർ വെൻ ദ ടെലിഫോൺ റാങ്. ഓക്കെ. അവിടെ ടെലിഫോൺ ബെല്ലടിച്ച സമയത്ത് ഞാൻ എന്ത് ചെയ്യായിരുന്നു? പാസ്റ്റിലാണ്, അവിടെ എഴുതുകയായിരുന്നു, ലെറ്റർ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഐ വാസ് റൈറ്റിംഗ് എ ലെറ്റർ വെൻ ദ ടെലിഫോൺ റാങ്. അവിടെ ടെലിഫോൺ റാങ് എന്നുള്ളത് എന്താണ്? ദാറ്റ്സ് എൻ ഇവൻറ്റ് ദാറ്റ് ഒക്കേർഡ് ഇൻ പാസ്റ്റ്. പാസ്റ്റിൽ, സിമ്പിൾ പാസ്റ്റിൽ കഴിഞ്ഞതാണ്. പക്ഷേ ആ സമയത്ത് എന്തായിരുന്നു? ഞാൻ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ. സോ ഐ വാസ് റൈറ്റിംഗ് എ ലെറ്റർ, ആ സമയത്ത് ഞാനൊരു ലെറ്റർ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ. അല്ലെങ്കിൽ എന്താണ്? ദ മദർ വാസ് കുക്കിംഗ് വെൻ ഐ എൻറ്റേർഡ് ദി ഹൗസ് എന്ന് പറയാം. ഓക്കെ. അതായത് ഞാൻ വീട്ടിൽ കയറിയപ്പോൾ മദർ എന്തായിരുന്നു? മദർ കുക്ക് ചെയ്യുകയായിരുന്നു. അപ്പോൾ ദാറ്റ് ഹാപ്പൻഡ് ഇൻ ദ ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ ദാറ്റ് വാസ് ഹാപ്പനിങ് ഇൻ ദ ബാക്ക്ഗ്രൗണ്ട്. ഓക്കെ. ബാക്ക്ഗ്രൗണ്ടിൽ അപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. സോ വി എക്സ്പ്രസ് പാസ്റ്റ് കണ്ടിന്യൂസ് ടു എക്സ്പ്രസ് something that is happening around at a past time or giving a background situation. So the form or structure of past continuous is subject plus was or verb plus ing ആണ് വരുന്നത്. ഓക്കെ. was or verb plus ing and this was or verb will be changed according to the subject. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. if the subject is I, he, she, it, അയ്യോ ഹിയോ ഷിയോ ഇറ്റോ ആണെങ്കിൽ എന്തായിരിക്കും? ഓക്സിലറി എന്തായിരിക്കും? was ആയിരിക്കും. you, we അല്ലെങ്കിൽ they ആണെങ്കിൽ ഓക്സിലറി were ആയിരിക്കും. ഓക്കെ. ആൻഡ് ദിസ് ഈസ് ഹൗ ഇറ്റ് ഈസ് ചേഞ്ച്ഡ് ഇൻ പാസ്റ്റ് കണ്ടിന്യൂസ്. അതായത് പ്രസൻറ്റ് കണ്ടിന്യൂസിലുള്ള ആം, ഈസ്, ആർ എന്താവും? വാസും വേറും. ഓക്കെ. ആമും ഈസും വാസാകും. ദെൻ ആം ആൻഡ് ഈസ് വിൽ ബി ചേഞ്ച്ഡ് ഇൻ ടു വാസ് ആൻഡ് ആർ വിൽ ബി ചേഞ്ച്ഡ് ഇൻ ടു were. Okay, this is how it is changed. So the auxiliary ഇങ്ങനെയാണ് മാറ്റം വരുന്നത്. So let's look at the examples. Look at the positive statement. I was writing a letter. He was writing a letter. And since the subject is I, ഇവിടെ പറഞ്ഞ പോലെ I ആയതുകൊണ്ട് was വരുന്നു, ഹി ആയതുകൊണ്ടൊക്കെ വാസ് വരുന്നു. ഇഫ് ദ സബ്ജക്റ്റ് ഈസ് ദേ അല്ലെങ്കിൽ യു അല്ലെങ്കിൽ വി ആണെങ്കിൽ വി വർ റൈറ്റിംഗ്, ദേ വർ റൈറ്റിംഗ് അല്ലെങ്കിൽ യു വർ റൈറ്റിംഗ്, അവിടെ വേറാണ് വരിക. ഓക്കെ. ഹി ഷി ഇറ്റ് അല്ലെങ്കിൽ ഐ ആയതുകൊണ്ട് വാസ് വരുന്നു. ഓക്കെ. ദെൻ this is the positive statement, and when we change into negative,
I was not writing. We simply add not with auxiliary verb. ഓക്സിലറിയുടെ കൂടെ എന്താണ് നോട്ട് ആഡ് ചെയ്താൽ മതി. ഓക്കെ, ഹി വാസ് നോട്ട്, വാസ് നോട്ട് ഈസ് വാസിൻറ്റ്. അതുപോലെ ദേ വേർ നോട്ട് എന്ന് പറയുമ്പോൾ ദേ വേറിൻറ്റ്. അപ്പോൾ ഇതിൽ വാസിൻറ്റ് ആൻഡ് വേറിൻറ്റ് ആണ് വരുന്നത്. വാസിൻറ്റ് അതുപോലെ തന്നെ വേറിൻറ്റ്. ഓക്കെ, ദിസ് ഈസ് ഹൗ വി ചേഞ്ച് ഇൻറ്റു നെഗറ്റീവ് സെൻറ്റൻസ്. അപ്പോൾ മനസ്സിലാക്കുക, ഓക്സിലറി അതുപോലെ ING ഫോം അതിൻ്റെ കൂടെ എന്താണ്, ഓക്സിലറിയുടെ കൂടെ നോട്ട് ആഡ് ചെയ്താൽ എന്ത് വി ക്യാൻ ചേഞ്ച് ഇൻ ടു നെഗറ്റീവ്. സോ ഐ വാസ് റൈറ്റിംഗ് എന്നുള്ളത് ഐ വാസ് ഇൻറ്റ് റൈറ്റിംഗ് അല്ലെങ്കിൽ ഐ വാസ് നോട്ട് റൈറ്റിംഗ്. ദിസ് ഈസ് ഹൗ വി കൺസ്ട്രക്ട് നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്. So the next one is yes or no question. Since it is yes or no question, the auxiliary will come first. So look at the first example. Were you writing a letter? ഇവിടെ were എന്നുള്ളത് എന്താണ്, ഓക്സിലറി. യു ആയതുകൊണ്ട് were വരുന്നു, ആൻഡ് ഹി ആയതുകൊണ്ട് ഇവിടെ was വരുന്നു. ഓക്കെ, സോ were you writing a letter, then was he writing a letter? Okay, this is how the question is asked. അപ്പോൾ ആൻസർ എന്തായിരിക്കും? yes I was writing a letter, അല്ലെങ്കിൽ no I wasn't. ഓക്കെ, അല്ലെങ്കിൽ yes he was writing a letter, no he wasn't writing a letter. ഓക്കെ, അങ്ങനെയാണ് yes or no question വരിക. ആൻഡ് then what about WH question? WH question ആകുമ്പോൾ question word will come first. അതായത് what, were, how, when ഒക്കെ വരും. ഓക്കെ, സോ what were you writing? you ആയതുകൊണ്ട് സബ്ജക്റ്റ് you ആയതുകൊണ്ട് were. then what was he writing? ഓക്കെ, he ആയതുകൊണ്ട് എന്താണ് was വന്നു. ഓക്കെ, what were they writing? what was she writing? അങ്ങനെയാണ് വരിക. ഓക്കെ, സോ ദിസ് ഈസ് ഹൗ വി കൺസ്ട്രക്ട് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആൻഡ് WH ക്വസ്റ്റ്യൻ ഫോർ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഓക്കെ, so the next tense form is past perfect. Actually past perfect is used to show an action that took place before another action in the past. പാസ്റ്റിൽ രണ്ട് ആക്ഷന് പറയുന്ന സമയത്ത് അതിൽ ആദ്യം കഴിഞ്ഞു പോയ ആക്ഷൻ ഈ ഒരു ടെൻസിലാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഐ ഹാഡ് റിട്ടൺ എ ലെറ്റർ ബിഫോർ മദർ കോൾഡ് മീ. മദർ എന്നെ വിളിക്കുന്നതിന് മുമ്പ് ഞാൻ ലെറ്റർ എഴുതിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അതിലെ ഒരാക്ഷൻ പാസ്റ്റിലെ ഒരാക്ഷൻ സിമ്പിൾ പാസ്റ്റിലും, അതായത് മദർ കോൾഡ് എന്ന് പറയുന്നത് സിമ്പിൾ പാസ്റ്റിലും, അതിൻ്റെ മുന്നേ കഴിഞ്ഞ ആക്ഷൻ മദർ വിളിക്കുന്നതിന് മുമ്പ് എൻ്റെ ആക്ഷൻ കഴിഞ്ഞിട്ടുണ്ട്, അപ്പോൾ അത് പാസ്റ്റ് പെർഫെക്റ്റിലാണ് പറയുക, ഐ ഹാഡ് റിട്ടൺ. ഓക്കെ, സോ ദിസ് ഈസ് ഹൗ പാസ്റ്റ് പെർഫെക്റ്റ് ഈസ് യൂസ്ഡ്. ആൻഡ് ദ ഫോം ദാറ്റ് ഈസ് ഫോളോഡ് ഇൻ പാസ്റ്റ് പെർഫെക്റ്റ് ഈസ് സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് V3. നേരത്തെ പ്രസൻറ്റ് പെർഫെക്റ്റിൽ പറഞ്ഞു ഹാസ് ഓർ ഹാവ് പ്ലസ് V3 ആണ്. അതിൻ്റെ ഹാസ് ഓർ ഹാവ് വിൽ ബി ചേഞ്ച്ഡ് ഇൻ ടു ഹാഡ്. ഹാസും ഹാവും എന്താവും, ഹാഡിലേക്ക് മാറും. ഓക്കെ, ഹാസ് ഓർ ഹാവ് വിൽ ബി ചേഞ്ച്ഡ് ഇൻ ടു ഹാഡ്. അപ്പോൾ ഇതിന് ഏത് സബ്ജക്റ്റ് ആയാലും ഹാഡ് മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ അക്കോർഡിംഗ് ടു ദ സബ്ജക്റ്റ് ദർ ഈസ് നോ ചേഞ്ച് ഇൻ ഓക്സിലറി ഹാഡ്. ഓക്കെ, സോ ലുക്ക് അറ്റ് ദി example, I had written a letter. I had written a letter. Then he had written a letter. They had written. Okay, we had written. അങ്ങനെ തന്നെയാണ് വരിക. ആൻഡ് വെൻ വി ചേഞ്ച് ഇൻ ടു നെഗറ്റീവ് ആക്കുമ്പോൾ ഹാഡിൻ്റെ കൂടെ എന്ത് ചെയ്യാം, നോട്ട് ആഡ് ചെയ്യുക. ഹാഡ് നോട്ട് റിട്ടൺ, ഹാഡ് നോട്ട് ഈസ് ഹാഡിൻറ്റ്. ഓക്കെ, ഹാഡിൻറ്റ് വരും. ഓക്കെ, ആൻഡ് അതേപോലെ ഹി ഹാഡിൻറ്റ്. ഓക്കെ, ഐ ഹാഡിൻ, ഹി ഹാഡിൻ, ദേ ഹാഡിൻറ്റ്. ഓക്കെ, അത് അങ്ങനെയാണ് വി ചേഞ്ച് ഇൻ ടു നെഗറ്റീവ് സെൻറ്റൻസ്. ഓക്കെ, ദിസ് ഈസ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്. ആൻഡ് നൗ ലെറ്റ്സ് ലുക്ക് അറ്റ് ദി യെസ് ഓർ നോ ക്വസ്റ്റ്യൻ. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ വരുമ്പോൾ എന്താണ്, ആസ് വി നോ ഓക്സിലറി വിൽ കം ഫസ്റ്റ്. അപ്പോൾ ഹാഡ് എന്നാണ് വരിക. ഹാഡ് റിട്ടൺ ആണ് ഇതിൻ്റെ ഫോം. അണ്ടർലൈൻ ആയിട്ടുള്ള നോക്കുക. ഹാഡ് യു റിട്ടൺ എ ലെറ്റർ, ഹാഡ് യു റിട്ടൺ എ ലെറ്റർ. അതുപോലെ ഹാഡ് ഹി റിട്ടൺ എ ലെറ്റർ. ദെൻ WH ക്വസ്റ്റ്യൻ ആകുമ്പോൾ വാട്ട് ഹാഡ് യു റിട്ടൺ, ക്വസ്റ്റ്യൻ വേർഡ് വരുന്നു, വാട്ട് വേർ ഒക്കെ വരും. ഓക്കെ, ദെൻ വാട്ട് ഹാഡ് ഹി റിട്ടൺ. ഓക്കെ, ദിസ് ഈസ് ഹൗ വി കൺസ്ട്രക്ട് യെസ് ഓർ നോ ആൻഡ് WH ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഹാഡ് പ്ലസ് റിട്ടൺ വേർബിൻ്റെ തേർഡ് ഫോമാണ്, അത് മനസ്സിലാക്കുക. V1 V2 V3. അതായത് പ്രസൻറ്റ് പെർഫെക്റ്റിൽ പറഞ്ഞ ഹാവ് ഓർ ഹാസ് പ്ലസ് V3 ആണ്. അതിൻ്റെ ഹാവ് ഓർ ഹാസ് വിൽ ബി ചേഞ്ച്ഡ് ഇൻ ടു ഹാഡ്. ഓക്കെ,
സോ ദ യൂസ് പറഞ്ഞു, രണ്ട് ആക്ഷൻ പറയുന്ന സമയത്ത് ആദ്യം കഴിഞ്ഞതാണ്. ജനറലി നമ്മൾ പറയുന്ന ഒരു എക്സാമ്പിൾ ഉണ്ട്, ബിഫോർ ഐ റീച്ച്ഡ് ദ റെയിൽവേ സ്റ്റേഷൻ ദ ട്രെയിൻ ഹാഡ് ലെഫ്റ്റ്, അത് പറയാറുണ്ട്. അപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നത് ഒരു ആക്ഷനാണ്, ട്രെയിൻ അവിടെ നിന്ന് പോകുന്നതും ഒരു ആക്ഷനാണ്. പക്ഷേ ഞാൻ എത്തുന്നതിന് മുമ്പ് എന്ത് ചെയ്തു, ട്രെയിൻ പോയി എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ ആദ്യം കഴിഞ്ഞ ആക്ഷൻ ഏതാണ്, ട്രെയിൻ പോയതാണ്. സോ ദാറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ പാസ്റ്റ് പെർഫെക്റ്റ്. സോ ബിഫോർ ഐ റീച്ച്ഡ് ദ റെയിൽവേ സ്റ്റേഷൻ, ഞാൻ എത്തിയ ആക്ഷൻ സിമ്പിൾ പാസ്റ്റിലും ആദ്യം കഴിഞ്ഞു പോയ ആക്ഷൻ എന്താണ്, പാസ്റ്റ് പെർഫെക്റ്റിലും പറയുന്നു. ഓക്കെ, ദ ട്രെയിൻ ഹാഡ് ലെഫ്റ്റ്. ഓക്കെ, ദിസ് ഈസ് ഹൗ വി യൂസ് പാസ്റ്റ് പെർഫെക്റ്റ്. ആൻഡ് യു ഷുഡ് know the positive, negative, yes or no and WH questions. So the next tense form is past perfect continuous. Actually, past perfect continuous shows an action that started in the past and continued up to another point in the past. പാസ്റ്റിൽ ഒരു പോയിന്റിൽ തുടങ്ങിയിട്ട് പാസ്റ്റിലെ തന്നെ വേറൊരു പോയിന്റ് വരെ കണ്ടിന്യൂസ് ആയി നടന്നുകൊണ്ടിരുന്ന ഒരു ആക്ഷനെ സൂചിപ്പിക്കാനാണ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് പറയുന്നത്. ജസ്റ്റ് ആസ് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, പ്രസൻറ്റ് പെർഫെക്റ്റ് എന്ന പാസ്റ്റിൽ തുടങ്ങിയിട്ട് പക്ഷേ അത് സ്റ്റിൽ കണ്ടിന്യൂയിങ്, പ്രസൻറ്റിലും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതെന്താണ്, പാസ്റ്റിൽ തന്നെ ഒരു പോയിന്റിൽ അവസാനിച്ചിട്ടുണ്ട്. ഓക്കെ, ഫോർ എക്സാമ്പിൾ, ജോൺ വാസ് ടയേർഡ് ബിക്കോസ് ഹി ഹാഡ് ബീൻ ജോഗിങ്. ജോൺ ടയേർഡ് ആയിരുന്നു ബിക്കോസ് ഹി ഹാഡ് ബീൻ ജോഗിങ്. അതിൻ്റെ മുമ്പ് എന്താണ്, കണ്ടിന്യൂസ് ആയിട്ട് ഇയാൾ അത് ചെയ്തുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. ഹി ഹാഡ് ബീൻ jogging for hours. Okay, so that is an example of past perfect continuous, and the form that is followed here is subject plus had plus been plus ing. Continuous ആയതുകൊണ്ട് there is ing form of the verb. So I had been writing. നേരത്തെ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ ഹാസ് ഓർ ഹാവ് ആയിരുന്നു, ദാറ്റ് വിൽ ബി ചേഞ്ച്ഡ് ഇൻ ടു ഹാഡ്. ഇവിടെ സബ്ജക്റ്റിനനുസരിച്ച് ദർ ഇസ് നോ ചേഞ്ച് in the auxiliary. Okay, I had been writing a letter, he had been writing a letter. And when we change it to negative, I had not been writing a letter, I had not been writing. ഹാഡിൻ്റെ കൂടെ നോട്ട് ആഡ് ചെയ്യുക, ഓക്സിലറിയുടെ കൂടെ നോട്ട് ആഡ് ചെയ്താൽ മതി. ഹാഡ് നോട്ട് മീൻസ് ഹാഡിൻറ്റ്. ഓക്കെ, ഹാഡിൻറ്റ് ആണ് വരുന്നത്. ഓക്കെ, ഹി ഹാഡ് നോട്ട് ബീൻ റൈറ്റിംഗ് എ ലെറ്റർ. ഓക്കെ, അപ്പോൾ ഹാഡ് പ്ലസ് ബീൻ പ്ലസ് റൈറ്റിംഗ്, ആ സംഭവം അതിൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. അപ്പോൾ അതിൽ നമ്മൾ എന്ത് ചെയ്യാം, ജസ്റ്റ് ആഡ് എ നോട്ട് വിത്ത് ഹാഡിൻ്റെ കൂടെ ഒരു നോട്ട് ആഡ് ചെയ്താൽ മതി. ഓക്കെ, ദിസ് ഈസ് ഹൗ വി construct negative statement or negative sentence. Then when we change into yes or no question, auxiliary will come first. auxiliary എന്താണ്, ഇവിടെ എന്ത് സബ്ജക്റ്റ് ആയാലും ഹാഡ് തന്നെയാണ്. സോ ഹാഡ് യു ബീൻ റൈറ്റിംഗ് എ ലെറ്റർ, ഹി ആയാലും അതുപോലെ തന്നെ ഹാഡ് ഹി ബീൻ റൈറ്റിംഗ് എ ലെറ്റർ. ആൻഡ് ഹിയർ ദ ക്വസ്റ്റ്യൻ മാർക്ക് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ദെൻ when we change into WH question, question word will come first. What had you been writing, what had he been writing. he ആയാലും യു ആയാലും ദേ ആയാലും ഒക്കെ എന്താണ്, ഹാഡ് തന്നെയാണ് വരുന്നത്. സോ question word will come first, then auxiliary, then subject and writing. So the format that is used here is subject plus had plus been plus ing form of the verb. Okay, underline ചെയ്തിട്ട് നോക്കുക, had plus been ing ആണ് വരുന്നത്. Okay, this is how we construct yes or no and WH question of past perfect continuous. Okay, so this is all about past perfect continuous tense. അതിൻ്റെ കോണ്ടെക്സ്റ്റ് യൂസ് ചെയ്യുന്ന കോണ്ടെക്സ്റ്റും ഇതിൻ്റെ സ്ട്രക്ചറും മനസ്സിലാക്കി വെക്കുക. Okay, that's about past perfect continuous. So we discussed 4 tense forms of past tense. പാസ്റ്റ് ടെൻസിൻ്റെ 4 ടെൻസ് ഫോംസ് ഡിസ്കസ് ചെയ്തു. ആൻഡ് ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ആൻഡ് യു ക്യാൻ ഫൈൻഡ് ഔട്ട് മോർ ആൻഡ് മോർ എക്സാമ്പിൾസ് ഫോർ ഈച്ച് ടെൻസ് ഫോംസ്. ഈച്ച് ടെൻസ് ഫോംസിനും കുറേ എക്സാമ്പിൾസ് കണ്ടെത്തി എഴുതുക, ദാറ്റ് വിൽ ബി യൂസ്ഫുൾ. ആൻഡ് ഫോർ ദ ടൈം ബീങ് ലെറ്റ്സ് വൈൻഡ് ഇറ്റ് അപ്പ് ആൻഡ് വിൽ ബി ബിഗിന്നിങ് for future tense in the next session. And thank you very much for listening to me. Thank you.